ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയായിരുന്നു. ഞാനാണെങ്കിൽ ഇവിടെ ഒരു പട്ടിയെ തിരക്കി വന്നത് നമ്മളെ പുതിയ അപ്ഡേറ്റുള്ള പട്ടി. അപ്പോൾ പട്ടിയെ തിരക്കിയപ്പോൾ എനിക്ക് ഡയമണ്ട് ബ്ലോക്ക് പോലെ എന്തോ കണ്ട്. അങ്ങനെ ഞാൻ അത് അങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ കണ്ട ഒരു OP സ്ട്രക്ചർ. ജസ്റ്റ് കിഡിങ് ഗായ്സ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് മൈൻക്രാഫ്റ്റ്, ബട്ട് ഐ ക്യാൻ ക്രാഫ്റ്റ് OP സ്ട്രക്ചേഴ്സ്. ഇതാണ് നമ്മൾ ഗായ്സ് ഒരു പുതിയ വേൾഡ് സ്പോണായി. സോ ഹലോ ഗായ്സ്, ഞാനാണ് മാസ്റ്റർ ക്രാഫ്റ്റ് XD. വെൽക്കം ബാക്ക് ടു മൈ ഫസ്റ്റ് വീഡിയോ. അപ്പോൾ ഇന്നത്തെ ഇത് എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഞാൻ ഈ മോഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ മോഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കമൻറ്റ് ചെയ്ത് അറിയിച്ചാലും മതി, അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്യുമ്പോൾ ഒരു 30 കംപ്ലീറ്റ് ചെയ്താലും മതി. അപ്പോൾ ആദ്യമേ നമ്മളിവിടെ ക്രാഫ്റ്റിംഗ് ടേബിളാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് നമുക്ക് വേണ്ടത് ഒരു ആക്സ്, പിന്നെ നമുക്ക് ഇവിടുത്തെ തടിയെല്ലാം ഒന്ന് കട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ തടിയും കാര്യങ്ങളൊക്കെ വെട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഉണ്ടാക്കേണ്ടത് ചെസ്റ്റാണ്. അപ്പോൾ ആദ്യമേ നമ്മൾ 8 പ്ലാങ്ക് എടുക്കണം, പിന്നെ ചെസ്റ്റ് ഉണ്ടാക്കണം, പിന്നെ ഈ ഓക്കിലൊക്കെ എടുത്ത് 4 ചുറ്റും വെച്ചിട്ട് പിന്നെ നമുക്ക് ചെസ്റ്റ് എടുത്ത് നടുക്ക് വെച്ചാൽ നിങ്ങൾക്ക് എൻ്റെ ഒരു സാധനം ക്രാഫ്റ്റ് ആയത് കാണാൻ സാധിക്കും. ഇതാണ് ഗൈസ് നമ്മളെ ഫസ്റ്റ് സ്ട്രക്ചർ ആയിട്ടുള്ള ക്രാഫ്റ്റബിൾ വില്ലേജ്. അപ്പോൾ ഈ വില്ലേജ് നിങ്ങൾക്ക് സാധാ ഒരു ഹൗസ് ആയിട്ടായിരിക്കും എൻ്റെ കൈ കാണുന്നത്. പക്ഷേ ഇതിൻ്റെ ഓവർ പവർ തിങ് നിങ്ങൾക്ക് കാണണമെങ്കിൽ ഞാനിപ്പോൾ കാണിച്ചിട്ട് ആദ്യം ഇത് തറയിൽ ഇങ്ങനെ പ്രസ് ചെയ്യണം. ചേടാ ഒന്നും കൂടെ, ചേടാ പിന്നെയും ഒന്നും കൂടെ, ചേടാ ഭയങ്കര ബഗ്ഗാണല്ലേ. അപ്പോൾ നമ്മൾ ആ വെച്ചിവിടെ പ്ലേസ് ആയി. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ തോന്നുന്ന ഒരു വില്ലേജിലൊരു സാധാ ഹൗസല്ലേ. ഇതിനകത്ത് എന്ത് പ്രത്യേകത? മുകളിൽ ക്യാമ്പ് ഫയർ, അടിയിലൊന്നുമില്ല, വീട് ഒരു ചെറിയ കൊച്ചു വീട്. ഇതിനകത്ത് എന്തുവാന്നായിരിക്കും നിങ്ങളിപ്പോൾ സംശയം. അത് ഞാൻ അകത്ത് കയറിയിട്ടാണ് നിങ്ങൾക്ക് മനസ്സിലാകാൻ പോണത്. അപ്പോൾ നമ്മൾ അകത്ത് കയറി കഴിഞ്ഞാൽ ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല. 2 ബെഡ്, പോക്കർ, ഒരു ചെസ്റ്റ്, പിന്നെ ഒരു ബാരല്, പിന്നെ 2 വില്ലേജ്. പക്ഷേ ഇതിൻ്റെ അകത്താണ് ഗൈസ് ലൂട്ട്. അപ്പോൾ ഈ ലൂട്ട് നിങ്ങൾ കണ്ടില്ലേ, ഒരു സ്റ്റാക്ക് ബ്ലോക്ക്, അയറൺ, ഫുഡ് എല്ലാം, മാങ്ങ, തേങ്ങ എല്ലാം ഉണ്ട്. ഇത് നമ്മളെ ഫസ്റ്റ് സ്ട്രക്ചറാണ് ഗൈസ്. ഇനി സ്ട്രക്ചർ ഉണ്ടാക്കണം. ആദ്യമേ ഞാൻ ഈ ആർമർ ഒന്ന് ഉണ്ടാക്കട്ടെ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഗെയിം തുടങ്ങിയപ്പോൾ തന്നെ അയറൺ ആർമർ വിത്ത് ടൂൾസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഗൈസ്. പക്ഷേ ഇത് ഞാൻ വെറുതെ ഉണ്ടാക്കിയാണ്. ഇതിൻ്റെ അങ്ങോട്ടുള്ള സ്ട്രക്ചറിനകത്ത് നിങ്ങൾ ഇനി കാണാൻ പോണ ഇൻസൈഡ് ലൂട്ട്സ് ആണ് ഗൈസ്. നിങ്ങൾ ഇതുവരെയ്ക്ക് സർവൈവൽ മോഡിൽ കണ്ടിട്ടില്ലാത്ത കുറേ ലൂട്ട്സ് ആണ് നമ്മൾ ഇനി അങ്ങോട്ട് കാണിക്കാൻ പോകണം. ഇനി അടുത്ത സ്ട്രക്ചർ ഉണ്ടാക്കാൻ വേണ്ട നമുക്ക് സാൻഡ് സ്റ്റോൺ ആണ്. അതിന് നമുക്ക് സാൻഡ് കണ്ടുപിടിക്കണം. അത് ഞാൻ ക്രാഫ്റ്റിംഗ് ടേബിൾ ഒന്ന് എടുത്തോട്ടെ. ഇനി നമുക്ക് സാൻഡ് കണ്ടുപിടിക്കാം. അങ്ങനെ നമ്മൾ കടൽ തീരത്ത് ഇവിടെ മണ്ണ് കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ട 32 മണ്ണാണ്. അപ്പം ഞാൻ ഈ മണ്ണൊന്ന് മൈൻ ചെയ്തോട്ടെ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ മണ്ണ് കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മണ്ടയ്ക്കോട്ട് പോയി. ഇവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഞാൻ വെച്ച്, പക്ഷേ ഇവിടെ ഞാൻ ഉണ്ടാക്കുന്നില്ല. മണ്ടേ പോയിട്ടേ ഉണ്ടാക്കുന്നുള്ളൂ. അങ്ങനെ നമ്മൾ നേരത്തെ വില്ലേജ് സ്പോൺ ആക്കിയെടുത്ത് തന്നെ നമ്മൾ പിന്നെയും തിരിച്ചെത്തിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇവിടെ ഉണ്ടാക്കാം ഡെസേർട്ട് വില്ലേജ്. പക്ഷേ നമ്മളിപ്പോൾ തടിയില്ല, അതുകൊണ്ട് തടി വെട്ടാം. ഓക്കെ, നമുക്ക് ആവശ്യത്തിനുള്ള തടിയൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ട് ആദ്യമേ ഇത് വെച്ച് സാൻഡ് സ്റ്റോൺ ഉണ്ടാക്കട്ടോ. അപ്പോൾ ആദ്യമേ അതിന് മുമ്പായിട്ട് ചെസ്റ്റ് ഉണ്ടാക്കാം. ചെസ്റ്റാണ് നമ്മൾ എപ്പോഴും ആദ്യമേ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ചെസ്റ്റ് ഉണ്ടാക്കാം. നമുക്ക് ചെസ്റ്റ് ഉണ്ടാക്കി ഇനി നമുക്ക് സാൻഡ് സ്റ്റോൺ ഉണ്ടാക്കട്ടെ. ഇവിടെ നമുക്ക് വേണ്ടത് 8 സാൻഡ് സ്റ്റോൺ ആണ്. അപ്പോൾ 8 സാൻഡ് സ്റ്റോൺ എടുത്തതിന് ശേഷം നമ്മൾ ഇതിങ്ങോട്ട് 4 ചുറ്റും നിരത്തി വയ്ക്കണം. പിന്നെ നടുക്കോട്ട് ചെസ്റ്റ് വെച്ച് കൊടുക്കും. അപ്പോൾ നമ്മൾ റെഡി ആവും ഡെസേർട്ട് ടെമ്പിൾ എന്ന് പറയുന്ന നെക്സ്റ്റ് നമ്മളെ സ്ട്രക്ചർ. അപ്പോൾ ഞാൻ അത് കാണിച്ചു തരാം. അതായത് കണ്ടോ, നിങ്ങൾക്ക് കയ്യിലുണ്ടോ എന്തൊരു വലുതാണ്. ഇത് നമ്മളെ ഡെസേർട്ട് ടെമ്പിളിൻ്റെ സിമിലറാണ് കാണാൻ. പക്ഷേ ഇത് ഞാൻ സ്പോൺ ആകുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ചെസ്റ്റിനകത്ത് എന്താ ഉള്ളതെന്ന് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇപ്രാവശ്യം നമുക്ക് പ്ലേസ് ചെയ്ത് നോക്കാം. എന്തായാലും ഇപ്രാവശ്യം നമ്മൾ പ്ലേസ് ചെയ്തപ്പോൾ ഇവിടെ ബഗ്ഗൊന്നും ഉണ്ടായില്ല. അപ്പോൾ അതാ അവിടെ ഒരു ഡെസേർട്ട് ടെമ്പിൾ സ്പോൺ ആയിട്ടുണ്ട്, കൊച്ചൊരു ഡെസേർട്ട് ടെമ്പിൾ. അപ്പോൾ അതാ ഇവിടെ ഒരു ചെസ്റ്റ് ഇരിപ്പുണ്ട്. ഇതെന്തോ പ്രശ്നമുള്ള പോലെ തോന്നുന്നു. എന്തോ ഒരു ശബ്ദം കേട്ട് ഗൈസ്. മാറിയില്ല, അല്ലെങ്കിൽ ഇപ്പോൾ വിരിഞ്ഞു ഇല്ല. നമ്മൾ സർവൈവ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ ഒറിജിനൽ ഡെസേർട്ട് ടെമ്പിളിൽ എങ്ങനെ അതുപോലെ തന്നെ ഇവിടെ ലക്ഷക്കണക്കിന് TNT ഉണ്ടായി. മോനെ ഈ ലൂട്ട് കണ്ട ഗൈസ്. 12 എൻചാന്റഡ് ആപ്പിൾ, 1 സ്റ്റാക്ക് ഡയമണ്ട്, പിന്നെ മണ്ണ്, പിന്നെ ഗോൾഡ്, പിന്നെ അയറൺ, പിന്നെ എല്ലാം ഉണ്ടല്ലോ ഗൈസ്. സോ ഗൈസ്, നമ്മളെ സെക്കൻഡ് സ്ട്രക്ചറൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇപ്പോൾ എൻ്റെ ഡയമണ്ടൊക്കെ ആയി, ഗോൾഡൻ എൻചാന്റഡ് ആപ്പിൾ ആയി. ഇനി നമുക്ക് അടുത്ത വേറെ സ്ട്രക്ചറൊക്കെ ഉണ്ടാക്കണം. അതിന് മുമ്പായിട്ട് നമുക്കിവിടെ ഡയമണ്ട് ആർമർ ഉണ്ടാക്കാം എന്നൊന്നും ഞാൻ പറയത്തില്ല ഗൈസ്. ഞാനതൊക്കെ ജസ്റ്റ് കിഡിങ് ബ്രോ. അപ്പോൾ ഞാനിനി ഉണ്ടാക്കാൻ പോണ ഡയമണ്ട് ബ്ലോക്കാണ്. ഇതെന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും. ഇപ്പോൾ എൻ്റെ ഒരു ഡയമണ്ട് കുറഞ്ഞു, അതുകൊണ്ട് നമ്മൾ ഒന്നും കൂടെ ഡെസേർട്ട് ടെമ്പിൾ ഉണ്ടാക്കി അതിൽ നിന്ന് ഡയമണ്ട് എടുക്കാൻ പോകണം. അത് ഞാൻ നിങ്ങളെ കാണിച്ച് വെറുതെ ബോറാക്കുന്നില്ല. അപ്പോൾ ഞാൻ കള്ളത്തരം കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ സ്പീഡ് വീഡിയോയ്ക്ക് അത് കണ്ട് കാണും ഗൈസ്. ഇപ്പോൾ നമ്മൾ അവിടെ 8 ഡയമണ്ട് ബ്ലോക്ക് എടുക്കണം. എന്നിട്ട് ഈ 8 ഡയമണ്ട് ബ്ലോക്ക് എടുത്തിട്ടാണ് നമ്മൾ ഇനി അടുത്ത സ്ട്രക്ചർ ഉണ്ടാക്കാൻ പോണത്. ആദ്യം ഞാൻ ഒന്ന് പ്ലാങ്ക് എടുത്തോട്ടെ. എന്നിട്ട് പ്ലാങ്ക് എടുത്തിട്ട് നമുക്ക് ചെസ്റ്റ് ഉണ്ടാക്കാം. ചെസ്റ്റ് ഉണ്ടാക്കിയിട്ടാണ് ഈ നമ്മൾ ബാക്കി ചെയ്യേണ്ടത്. ആദ്യം 4 ചുറ്റും ഡയമണ്ട് വയ്ക്കണം, പിന്നെ നമുക്ക് ചെസ്റ്റ് വയ്ക്കണം. ചെസ്റ്റ് വെച്ചതിന് ശേഷം ഗൈസ് നിങ്ങൾക്ക് ഇവിടെ ഒരു ഓവർ പവർ സാധനം എൻ്റെ ഇൻവെൻട്രി വന്നതായിട്ട് കാണാൻ പറ്റും. ഇതാണ് ഗൈസ് OP ഹട്ട്, ഈ ഗെയിമിലെ ഏറ്റവും പവർഫുൾ സ്ട്രക്ചർ. അപ്പോൾ ഈ സ്ട്രക്ചറിനകത്ത് എന്തോ ഉള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ പുറത്തുനിന്നാണ് ആക്കത്തില്ല. ഇത് ഞാൻ സ്പോൺ ആക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചാൽ എന്തോ സാധനമൊന്നും. ഇപ്പോൾ നമ്മൾ സ്പോൺ ആക്കാൻ പോകണം. ഇനിയെങ്കിലും ബഗ് അടിക്കായിരുന്നത്. ഓക്കെ, നമ്മളെ മുമ്പ് ഇതായത് സ്പോൺ ആക്കിയിട്ടുണ്ട്. നിറയെ ഡയമണ്ട് ബ്ലോക്ക്, അയറൺ ബ്ലോക്ക്, നെതറൈറ്റ്, ഡയമണ്ട്, എമറാൾഡ് എല്ലാം ഉണ്ട് ഗൈസ്. അതിനകത്ത് നിന്ന് ഒരു നെതറൈറ്റ് ആർമർ ഇട്ടൊരു സോംബിയും വരുന്നുണ്ട്. ഇവ ഭയങ്കര പവർഫുൾ ആണ് ഗൈസ്. നിങ്ങൾക്ക് എൻ്റെ ഹാർട്ട് കണ്ടാൽ തന്നെ അറിയാം ഹാർഡ് കോർ
സൂപ്പറാണ്. ഞാൻ ഇവൻ്റെ പലതവണ അടി കൊണ്ട് ചതിട്ടുണ്ട്. ഇവൻ്റെ ഒരടി തന്നെ നമ്മളെ കാറ്റു അത്രയ്ക്ക് പവർഫുൾ ആർമറാണ് ഇവ ഇട്ട് ചെയ്തത്. പക്ഷേ ഇതല്ല നമുക്ക് ആവശ്യം. നമുക്ക് ഈ ആവശ്യം ഇതിൻ്റെ അകത്ത് പോയിട്ടാണ്. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് പോയിട്ട് കാണിച്ചു. ഓക്കെ ഗൈസ്, ഈ ചെസ്റ്റിനകത്ത് നിങ്ങൾ ഈ കാണുന്ന സാധാ നെതറൈറ്റ് ആർമറാന്നായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്. പക്ഷേ ഞാൻ തൊട്ടടിക്കുമ്പോൾ മോഡ് പ്രൊട്ടക്ഷൻ 255 എല്ലാം 255 ആണ് ഗൈസ്. ഇതിലെ എല്ലാ എൻചാൻമെൻറ്റ്സും അത്രയ്ക്ക് പവർഫുള്ളാണ് ഈ ഒരു ആർമർ. സമയം കളയാതെ ഇത് നമുക്ക് പെട്ടെന്ന് ലൂട്ടാണ്. ഇത് കാണിച്ചു തരാം ഗൈസ് ഈ ആർമറിൻ്റെ ഓവർ പവർ. അപ്പോൾ ഈ ആർമർ ഇട്ടാൽ നമ്മളെ ഒരുത്തനെ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ ഹാർഡ് കോർ നമ്മൾ സേഫ് ആണ് ഗൈസ്. ആദ്യമേ തന്നെ ഈ മോഡ് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഹാർഡ് കോറിലാണ് കളിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ ആർമർ ഒപ്പിക്കുക. അതിനി നിങ്ങൾ അൺബീറ്റബിൾ ആണ്. നിങ്ങൾ എന്ത് മാങ്ങാത്തോലി ചെയ്താലും നിങ്ങൾ ചാവത്തില്ല. ഇതിൻ്റെ പവർ ഞാൻ പുറത്തിറങ്ങിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. നിങ്ങൾ നോക്കിയിരുന്നു എന്നെ പുറത്തിറങ്ങുമ്പോൾ ഞാൻ കാണിച്ചു തരാം. എല്ലാം ആദ്യമേ വേസ്റ്റ് എല്ലാം എടുത്ത് ഞാനിവിടെ അകത്തോട്ട് വെച്ചോട്ടെ. അപ്പോൾ നമ്മൾ വേസ്റ്റൊക്കെ വെച്ച് കഴിഞ്ഞ് ഇനി നമ്മൾ പുറത്തിറങ്ങിയിട്ട് ഞാൻ ബാക്കിയുള്ള കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, നമ്മളിവിടെ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടാ ഗൈസ് നിങ്ങൾ എൻ്റെ ആർമർ. ഇനിയിപ്പോൾ നോക്കണം നിങ്ങൾക്ക് ഈ ആർമറിൻ്റെ പവർ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇത്രയും മണ്ടയിൽ നിന്നിട്ട് എനിക്ക് ഡാമേജ് പോലും ഇല്ല. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓഫ്ലൈനായിട്ട്. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കും എൻ്റെ പുറത്ത് തീ എന്താ പിടിച്ചതെന്ന്. അത് ഇവിടെ ഒരു ക്രീപ്പർ വന്ന് പെട്ടി, പിന്നില്ല മറ്റേ നെതറൈറ്റ് സോംബി വന്ന് എന്നെ അടിച്ചതാണ്. ഇത് ഞാൻ FOV ചേഞ്ച് ചെയ്യപ്പോൾ സംഭവിച്ചതാണ്. ഇത് കണ്ട എന്നെ സ്പൈഡർ വന്ന് അടിച്ച് 155 കാരണം അവൻ ചത്തുപോയി. ഇനി ഞാൻ എൻഡർമാനെ കൊല്ലുമ്പോൾ അവിടെ സെൻറ്റർ പാട് അങ്ങനെ ഇടി. അത് ലൂട്ടിങ് 255 കാരണമാണ്. ഇനി എൻ്റെ വേറെ റൈറ്റ് ഉണ്ട്, അതാണ് നോക്ക് പാക്ക് സ്റ്റിക്ക്. അത് നോക്ക് പാക്ക് 255 ഉള്ളതാണ്. ഇപ്പോൾ സംഭവിച്ചത് നമ്മളെ സോംബി 255 ബ്ലോക്ക് അപ്പുറം തെറിച്ച് പോയതാണ്. അല്ല നിങ്ങൾ വിചാരിക്കുന്നത് നമുക്ക് ടെലിപ്പോർട്ട് ആയതോ അത് പറന്നു പോയതോ ഒന്നുമല്ല. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്ട്രക്ചർ ഉണ്ടാക്കാം. പക്ഷേ ഇതിനെയൊക്കെ അടിച്ചു കൊല്ലാൻ നല്ല രസമുണ്ട്. ഇത് തെറിച്ചു പോകണാണെങ്കിലും നല്ല രസമുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത സ്ട്രക്ചർ ഉണ്ടാക്കണമെങ്കിൽ നമുക്കിനി വേണ്ടത് ആൻഷ്യസിറ്റി ആണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് മൈൻഡ് ചെയ്യണം കോബിൾഡ് ഡീപ് സ്ലേറ്റ്. അപ്പോൾ കോബിൾഡ് ഡീപ് സ്ലേറ്റ് മൈൻഡ് ചെയ്ത് നമ്മൾ പോകുന്നത് ഒരു മെഗാറാവിൻ ഡബ്ബയാണ്. അതിന് മുമ്പ് ഈ ഗോൾഡ് എടുത്ത് വെച്ചേക്കാണ്. എനിക്ക് പിഗിളിൻ്റെ തന്നെ അത്യാവശ്യമുണ്ട് കുറച്ച് ട്രേഡ് ചെയ്തിട്ട്. അതിന് ബാക്കി നിങ്ങൾക്ക് വീഡിയോയുടെ അങ്ങോട്ട് മനസ്സിലാവും എന്തിനാണ് കഴിച്ച്. ആദ്യം ഞാൻ വിചാരിച്ച വല്ലതും കേവ് തപ്പാന്നാണ്. പിന്നെ ഞാൻ വിചാരിച്ച് അണ്ടർഗ്രൗണ്ടിൽ മൈൻഡ് ചെയ്താൽ പോകുന്നത് കഴിച്ചത്. ആ മൈൻഡ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് എനിക്കൊരു മെഗാറാവിൻ ഇവിടെ തന്നെ കിട്ടി. അപ്പോൾ നമുക്കിനി താഴോട്ട് ലാവാ പൂൾ എങ്ങനെ തപ്പാം. അപ്പോൾ നമുക്ക് ലാവാ പൂൾ തപ്പിയിട്ട് നിങ്ങളെ കണ്ടുപിട്ടാം. ഓക്കെ ഗൈസ്, നമ്മൾ കുറച്ച് നേരം തിരക്കിയതിന് ശേഷം ഇവിടെ നമുക്കൊരു ലാവാ പൂള് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ഉണ്ടാക്കാൻ പോണത് റൂയിൻ്റെ പോർട്ടൽ സ്ട്രക്ചറാണ്. അത് നമ്മളെ നാച്ചുറൽ അല്ല, നമ്മളെ മോഡേൺ ആയിട്ടുള്ള. അപ്പോൾ അതിനാണ് നമ്മൾ 8 ഒബ്സിഡിയൻ ഞാൻ അവിടെ മൈൻഡ് ചെയ്ത് ഇനി നമുക്ക് ഉണ്ടാക്കേണ്ട ചെസ്റ്റാണ്. അപ്പോൾ ചെസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം അതെടുത്ത് നടുക്ക് വെച്ചിട്ട് 4 ചുറ്റും നമ്മൾ ഒബ്സിഡിയൻ വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മളായി കിട്ടും റൂയിൻ്റെ പോർട്ടൽ. അപ്പോൾ ഞാൻ കയ്യിൽ വെച്ച് കാണിച്ചാൽ ഇതുണ്ട് നമ്മളെ നോർമൽ സ്പൂൺ കണക്ക് തന്നെ ഇരിക്കുക. ഇത് കഴിഞ്ഞാൽ നമുക്ക് വേറെ സ്ട്രക്ചറും കൂടെ ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്ന അയ്യോ ഞാൻ ലാവ വീണു. പക്ഷേ അതൊന്നൊരു സീനല്ല. ലാവ വീണാൽ നമ്മൾ എവിടെ വീണാലും നമ്മൾ 1000 ബ്ലോക്ക് മണ്ടേ നിന്നാലും ചാവത്തില്ല. ഇത്രയ്ക്ക് പവർഫുള്ളാണ് നമ്മൾ ആർമർ. അപ്പോൾ നമ്മൾ ഈ സ്ട്രക്ചറിനകത്ത് അധികം പ്രത്യേകിച്ച് ഒരു തേങ്ങയില്ല, ആകെ കുറേ ഒബ്സിഡിയൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ പോർട്ടൽ ഒന്ന് റെഡിയാക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് അടുത്ത സ്ട്രക്ചർ കാണിച്ചു തരാം. അടുത്ത സ്ട്രക്ചറിന് മുന്നോടിയായി നമുക്കിവിടെ ഒരു ചെസ്റ്റ് ഉണ്ടാക്കണം. എന്നാലേ നമുക്ക് സ്ട്രക്ചർ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ആദ്യമേ ഞാനൊരു ചെസ്റ്റ് അങ്ങ് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ചെസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞ് ഇനി നമുക്ക് വേണ്ടത് 8 കോബിൾ സ്റ്റോൺ ആണ്. അതും കൂടെ അങ്ങ് മൈൻഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ കോബിൾ സ്റ്റോണൊക്കെ മൈൻഡ് ചെയ്ത് കഴിഞ്ഞ് ഗൈസ് ഇനി നമുക്ക് ഉണ്ടാക്കണം 4 ചുറ്റും കോബിൾ സ്റ്റോൺ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചെസ്റ്റ് വെച്ച് കൊടുക്കുക. ഡീപ് സ്റ്റൈൽ കോബിൾ സ്റ്റോൺ ആണ്. പിന്നെ അപ്പം നമ്മളിവിടെ ആൻഷ്യസിറ്റി റെഡിയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഒരു ചെറിയ ഹട്ട് പോലത്തെ ഒരു സാധനമാണ്. ഹട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഹട്ട് പോലത്തെ ഒരു സാധനമാണ്. അപ്പോൾ നമ്മൾ ഇതിനിവിടെ സ്പോണായി കാണിച്ചു തരാം. അതവിടെ സ്പോണായി. എവിടെ സ്പോണായത് കാണുന്നില്ലല്ലോ. അതുകൊണ്ട് മണ്ടയിലാണ് സ്പോണായത്. അപ്പോൾ നമുക്ക് മണ്ടേ പോയി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിനകത്ത് എന്തോ ഉള്ളതെന്ന്. ഇതിൻ്റെ അത്ര ഓവർ പവറൊന്നും ഇല്ല ഇതിനകത്ത്. എന്നാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു. ഇതിനകത്തൊരു വാർഡ് ആദ്യം ഇരുന്ന് വാർഡ്. കാരണം എന്താണെന്നറിയാമോ, നമ്മളെ ഷാർപ്നെസ് 255 ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ട് 2 ഷോട്ട് ചെയ്യുന്നത്. വാർഡിന് 500 ഹെൽത്താണുള്ളത്. ഇതിനകത്തുണ്ട് നമ്മളെ ചുമ്മാ ഡയമണ്ട് ആർമറ. നമ്മളിത് സ്റ്റെപ്പായിട്ടാണ് ചെയ്യേണ്ടത്. പക്ഷേ ഞാൻ ആദ്യമേ തന്നെ ഓവർ പവർ ആർമർ എടുത്തത്. ഞാൻ ഹാർഡ് കോറിലാണ്ട് പല തവണ ചത്ത് അങ്ങനെ മടുത്താണ് ഗൈസ് നമ്മൾ ചെയ്തത്. ഇനിയിപ്പോൾ നമുക്ക് നെതറിലോട്ട് പോവാം. ഓക്കെ ഗൈസ്, നമ്മൾ നെതറിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നെതറിൽ പ്രത്യേകിച്ച് ഒരു മാങ്ങാത്തൊലിയും ചെയ്യാനുള്ള എവിടെയും പോകില്ല. നമുക്ക് കുറേ പിഗിളിനെ കണ്ടുപിടിക്കുന്ന ട്രേഡ് ചെയ്യണം. അപ്പം ഞാൻ പോയി പിഗിളിനെ കണ്ടുപിടിക്കട്ടെ. അപ്പോൾ നമ്മൾ പിഗിളിനെ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പിഗിളിൻ്റെ കാണ്ട് ഇവിടെ നമ്മൾ ആദ്യം അതിന് മുമ്പായിട്ട് ഒരു ഗോൾഡൻ ചെരുപ്പിട്ടിട്ടുണ്ട്. കാരണം അല്ലെങ്കിൽ പിന്നെ പിഗിളിനെല്ലാം കൂടെ എന്നെ അടിച്ച് ചാവും. എന്തിനാ വെറുതെ നമ്മളായിട്ട് കൊല്ലും. നമുക്ക് കുറേ ആവശ്യമുള്ളതാണ് അവരെ കൊണ്ട്. അപ്പോൾ നമ്മളിവിടെ പിഗിളിനെ കണ്ടുപിടിച്ച് ഓൾറെഡി ട്രേഡ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ആ ഒരു പാർട്ട് തന്നെയാണ് കറക്റ്റ് ആയിപ്പോയി. കുറച്ചും കൂടി ഞാൻ ട്രേഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞുള്ളത് കറക്റ്റ് ആയിപ്പോയി. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ എല്ലാ പ്രോഗ്രസ്സും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി തിരിച്ച് നാട്ടിലോട്ട് പോകല്ലേ, നാടല്ല ഓവർ വേൾഡിലോട്ട് പോവുകയാണ്. കാരണം ഇനിയുള്ള 2 സ്ട്രക്ചർ നമുക്ക് ഓവർ വേൾഡിൽ ഇപ്പോൾ നെതറിൽ ഡേഞ്ചറാണ്. അപ്പോൾ നമ്മൾ ഓവർ വേൾഡിൽ തിരിച്ചെത്തിയിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മൾ ഇവിടെയാണ് 2 സ്ട്രക്ചർ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ എൻ്റെ തടിയില്ല. ആദ്യമേ നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ ബേസ് ആയിട്ട് പോയി തടി ഒപ്പിച്ചുകൊണ്ട് വരാം. ഓക്കെ, നമ്മൾ തടി കൊണ്ട് വന്നു. പക്ഷേ നമ്മളെ ക്രാഫ്റ്റിംഗ് ടേബിൾ എവിടെയാണെന്ന് ഞാൻ മറന്നു. അതുകൊണ്ട് ഞാൻ ഒരു ക്രാഫ്റ്റിംഗ് ടേബിളും കൂടെ ഉണ്ടാക്കി പ്ലേസ് ചെയ്തിട്ട് നമുക്ക് അടുത്ത സ്ട്രക്ചർ ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ നമ്മൾ ഉണ്ടാക്കും മുമ്പത്തെ പോലെ ചെസ്റ്റ്. എന്നിട്ട് നമുക്ക് ഉണ്ടാക്കാം അടുത്ത സ്ട്രക്ചർ. അപ്പോൾ നമ്മൾ പ്ലാങ്ക് റെഡി ആയിട്ടുണ്ട്, ചെസ്റ്റ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ആദ്യമേ എടുത്ത് ചെസ്റ്റ് നടുക്ക് വയ്ക്കണം.
പിന്നെ നമുക്ക് വേണ്ടത് ബ്ലാക്ക് സ്റ്റോൺ ആണ്. അപ്പോൾ ബ്ലാക്ക് സ്റ്റോൺ എടുത്ത് 4 ചുറ്റും വെക്കുക. അപ്പോൾ നമുക്ക് അടുത്ത സ്ട്രക്ചർ കിട്ടാൻ പോകുന്നത് ബാഷനാണ്. അപ്പോൾ ഈ ബാഷൻ ഞാൻ നിങ്ങൾക്ക് സൂം ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇതാ നിങ്ങൾ നോക്കിക്കുക ഡീറ്റെയിൽ ആയിട്ട്. ഇവിടെ നമ്മളെ കയ്യിൽ ബാഷൻ ഇരിപ്പുണ്ട്. ഇത് ഭയങ്കര വലുതാണ്. ഫ്രെഡി 5-3 ഗോൾഡ് ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ആദ്യമേ പ്ലേസ് ചെയ്യാം. അപ്പോൾ ഇത് പിന്നെയും പ്ലേസ് ചെയ്ത് തുടങ്ങി ഇളക്കാം. അപ്പോൾ അവിടെ പിന്നെയും പ്ലേസ് ആവുന്നില്ല. ഇനിയെങ്കിലും പ്ലേസ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്ന ആ പ്ലേസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്കൊരു സോംബിഫൈഡ് പിഗ്ലിൻ ഇറങ്ങിയിരുന്നതാണ്. ശരിക്കും ഒരു സോംബിഫൈഡ് പിഗ്ലിൻ അല്ല, പിഗ്ലിൻ ബ്രൂട്ടാണ്. ഇത് നെതറി സ്പോൺ ആക്കിയപ്പോഴാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കളിച്ചപ്പോൾ ഹാർഡ്കോർ വേൾഡ് ചത്തുപോയത്. ഗൈസ് നിങ്ങൾക്ക് തോന്നി ഈ മോഡ് ഇട്ട് നമ്മൾ ഒരിക്കലും ചാവത്തില്ല. പക്ഷേ ഞാൻ എത്രയോ വേൾഡ് കളിച്ചതിന് ശേഷമാണ് ഞാൻ പിന്നെ ഇങ്ങനെ കളിക്കുന്നത്. അതാണ് ആദ്യമേ OP ഹട്ട് സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ഈ ആർമർ എടുത്തത് ഓവർ പവർ. അല്ലെങ്കിൽ ഇവന്മാരെല്ലാം കൂടെ അടിച്ച് ചട്ടിയാക്കും. പിന്നെ ഈ ചെസ്റ്റിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. കുറേ ഗോൾഡൻ ക്യാരറ്റ്, കുറേ എൻ്റർപ്രൈൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഗൈസ് ഇതെല്ലാം നമുക്ക് ലൂട്ടിയുടെ അടുത്ത സ്ട്രക്ചർ ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തരാം നേരെ. ഏതായാലും റെസിപ്പിയും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അടുക്ക ചെസ്റ്റ് വെക്കണം. പിന്നെ നമുക്ക് വേണ്ട നെതർ ബ്രിക്ക് ബ്ലോക്കാണ്. അതാണ് ഞാൻ ബിഗ്ലിൻ്റെ ട്രേഡ് ചെയ്തത്. ഇനിയിപ്പോൾ നെതർ ഫോട്ടോസൊക്കെ തപ്പിപ്പോണം. എനിക്കൊന്നും വയ്യ ഫോട്ടോസ് തപ്പി പോകാൻ വേണ്ടി വലിയ പാടാ. അതുകൊണ്ട് ഫോട്ടോസ് ആണ് നിങ്ങൾ കാണിച്ചു തരാൻ പറ്റില്ല. അറിയാതെ ഓട്ടോ ക്ലിക്കായി പോയി. എന്തായാലും ഇതായത് കണ്ട ഒരു ചെറിയ ഫോട്ടോസാണ്. കുറേ ബ്ലേസ് സ്പോണറുണ്ട്. പക്ഷെ നമുക്ക് ബ്ലേസിനെ അടിച്ചൊരു സമയം കളയണ്ട. ഒറ്റയടി തന്നെ ലക്ഷക്കണക്കിന് ബ്ലേസ് റോഡ് അവിടെ തന്നെ കിട്ടും. ഓക്കെ ഞാൻ ഇവിടെ സ്പോണറൊക്കെ പൊടിച്ചിറങ്ങി. അവിടെ ചെസ്റ്റൊക്കെ ഉണ്ട്. ആ ചെസ്റ്റിനകത്ത് നമുക്ക് വിതറിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യാനുള്ള സോൾ സാൻഡും പിന്നെ 3 വിതേഴ്സ്കായിട്ട് സ്കല്ലും ഉണ്ട്. നമുക്കിത് എൻ്റർഡ്രാഗനെ തട്ടിയതിന് ശേഷം നമുക്ക് കൊല്ലാനായിട്ട് ആലോചിക്കാം. ഇപ്പം തന്നെ കുറേ സമയം കഴിച്ചു. ആ 11 മിനിറ്റായി. അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കത്തില്ല കഴിച്ചു. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങ് ബാക്കിയുള്ള സ്ട്രക്ചേഴ്സും കൂടെ കാണിച്ചിട്ട് എൻ്റർഡ്രാഗനെ കൂടെ അങ്ങ് തട്ടാം. ഓക്കെ അപ്പോൾ അടുത്തതിൻ്റെ റെസിപ്പിയാണ് നടുക്ക് ചെസ്റ്റ് വെക്കണം. 4 ചുറ്റും എൻ്ററൈസ് വെച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് സ്ട്രോങ് ഹോൾഡ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഇടുക. നിങ്ങൾക്ക് നേരെ സ്പോണായി കഴിച്ചാൽ വെറുതെ സമയമൊന്നും കളയാനില്ല നമുക്ക്. അപ്പോൾ ഇതാണ് നമ്മളെ സ്ട്രോങ് ഹോൾഡ്. അപ്പോൾ നമുക്ക് നേരെ ഇനി എൻ്റർഡ്രാഗനെ തട്ടാനായിട്ട് പോകാം. ആദ്യമേ ഞാനിവിടെ എൻ്റർപ്രൈളൊക്കെ എടുത്ത് ഇനി നമുക്ക് നേരെ സ്ട്രോങ് ഹോൾഡിൽ പോയി എൻ്റർഡ്രാഗനെ ബീറ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഗൈസ് നമ്മൾ എൻഡ് പോയിട്ടുള്ള റൂമോടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ എൻഡിലോട്ട് പോകാം. എന്നിട്ട് എൻ്റർഡ്രാഗനെ അടിച്ച് ചപ്പാത്തി ആക്കാം. അപ്പോൾ ഞാൻ വെറുതെ സമയമൊന്നും കളയുന്നില്ല. നിങ്ങൾ കണ്ടോ ഒരു മോൺടാച്ച് ഗൈസ്. അങ്ങനെ ഇവിടെ വെച്ചാണ് ഒരു അത്ഭുതം സംഭവിക്കുന്നത്. ഞാൻ ഇവിടെ മണ്ണ് വെച്ച് മണ്ടയിലോട്ട് പൊക്കോട്ടിരിക്കുമ്പോഴാണ് ഈ ഒരു അത്ഭുതം സംഭവിക്കുന്നത്. നമ്മളിങ്ങനെ ക്രിസ്റ്റൽ പൊട്ടിക്കാനായിട്ട് ഞാൻ ഇങ്ങനെ മണ്ടയിൽ ബ്ലോക്ക് വെച്ചിട്ട് ഇപ്പോൾ എൻ്റർഡ്രാഗൻ വന്ന് എൻ്റെ പുറത്തിട്ട് എൻ്റർഡ്രാഗൻ ബീറ്റായി ഗൈസ്. അതെങ്ങനെയാണ് എനിക്ക് എൻ്റെ ഇവിടെ ഞാനൊന്നും മാങ്ങാത്തോലി പോലും ചെയ്തില്ല. എൻ്റെ ആർമറി തോൺസ് 255 ഉള്ളതുകൊണ്ട് ഞാൻ എന്താ അവിടെ നമ്മളെ ഗെയിം ഇവിടെ എൻഡ് ആയിട്ടുണ്ട് ഗൈസ്. ഇനി ലാസ്റ്റായിട്ട് ഒരു സ്ട്രക്ചറും കൂടെ ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് റെസിപ്പി ഞാൻ കാണിച്ചു തരാം. അത് നമ്മളെ എൻഡ് സ്റ്റോൺ വെച്ചിട്ടാണ്. ഇതിനായിട്ട് ഗൈസ് നിങ്ങൾക്ക് ഇവിടെ വേണ്ടത് എൻഡ് സ്റ്റോൺ ആണ്. എന്നിട്ട് ഇതുപോലെ റെസിപ്പി ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് കിട്ടും എൻഡ് സിറ്റി. അപ്പോൾ എൻഡ് സിറ്റി ഞാൻ പെട്ടെന്ന് സ്പോൺ ആയി കാണിച്ചു തരാം. വെറുതെ സമയമൊന്നും കളയാനില്ല. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മൾ എൻഡ് സിറ്റി. ഇതിൻ്റെ അകത്ത് എന്തുവാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ തന്നെ നമുക്കിവിടെ 2 ഷൾക്കർ ബോക്സ് ഉണ്ട്. 2 ഷൾക്കർ ബോക്സിനെ അടിച്ചങ്ങ് തീർക്കാം. അപ്പോൾ അവർ 2 തനി തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിറയെ റോക്കറ്റ്സും ഒരു ലൈറ്ററാണ്. ഇത് നമുക്ക് എടുത്തുകൊണ്ട് വേഗം പോകും ഓവർ വേൾഡിലോട്ട്. സോ ഗൈസ് വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ചാനൽ ആദ്യമായിട്ട് കാണാനെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ മൈൻക്രാഫ്റ്റ് കളിക്കുന്ന കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന്. ഇനി ഇതുപോലത്തെ ഓസം കണ്ടൻസ് കാണാനായി നമ്മളെ ചാനൽ വീണ്ടും സന്ദർശിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഞാൻ പോകുന്നു. ബൈ.